കേസിലെ മുഖ്യ ആസൂത്രകനെ കസ്റ്റഡിയിൽ വാങ്ങിയതോടെ എത്രയും വേഗം രാജ്യത്തെ ഞെട്ടിച്ച പാർലമെന്റ് പ്രതിഷേധത്തിന് പിന്നിലെ ചുരുളഴിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്പെഷ്യൽ സെല്ലിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ്. കേസിന്റെ പ്രധാന ഘടകമാണ് പാർലമെന്റിനകത്തെ സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നത്. അത് മനസ്സിലാക്കാൻ പ്രതികളെ പാർലമെന്റ് സമുച്ചയത്തിൽ എത്തിച്ച് പ്രവേശന കവാടം മുതൽ സംഭവിച്ച കാര്യങ്ങൾ പുനരാവിഷ്കരിക്കും. എംപിമാരുടെ ഡയസിലുണ്ടായ സംഭവ വികാസങ്ങൾ നാളെയോ ഞായറാഴ്ചയോ പുനഃസൃഷ്ടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലളിത് ഝാ ഉൾപ്പെടെ 5 പേരാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. രാജസ്ഥാനിൽ നിന്ന് പിടികൂടിയ മഹേഷിനെയും കൈലാഷിനെയും ചോദ്യം ചെയ്യുകയാണെങ്കിലും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. കേസിലെ നിർണായകമായ തെളിവുകളിൽ ഒന്നായിരുന്നു പ്രതികളുടെ സെൽഫോൺ. എന്നാൽ ഫോണുകളെല്ലാം ലളിത് ഒളിവിലായിരുന്ന സമയത്ത് നശിപ്പിച്ചിട്ടുണ്ട്. പിടിയിലായവരുമായി ബന്ധമുള്ളവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇപ്പോൾ. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ 6 സംഘങ്ങൾ രാജ്യവ്യാപകമായി അന്വേഷണം നടത്തുന്നു. കോൾ റെക്കോർഡ് കേന്ദ്രീകരിച്ച് 60 പേരെ കൂടി നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. പിടിയിലായവരുടെ ഫണ്ടിങ്ങും പരിശോധിച്ചു വരും. അതേസമയം കസ്റ്റഡിയിലുള്ള നീലം ദേവിയെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് നീലത്തിന്റെ അഭിഭാഷകൻ ആരോപിച്ചു. എഫ്ഐആറിന്റെ പകർപ്പോ റിമാൻഡ് റിപ്പോർട്ടോ പോലും നൽകിയിട്ടില്ല. നീലത്തിന്റെ സഹോദരൻ മണിക്കൂറുകളായി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും അഭിഭാഷകൻ പറയുന്നു. I know it is a complicated issue with our parliament and all that. But the thing is the application of UAPA, section 16, section 18, all that things must be clear and should be cleared. കേസിൽ ഇപ്പോഴും ചോദ്യം ചെയ്യുന്ന വിശാൽ ശർമ്മയും ഭാര്യയും അതിക്രമത്തിൽ നേരിട്ട് ബന്ധമില്ലാത്തവരാണ്. പ്രതികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു നൽകിയെന്നാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസ്. ഇരുവരെയും കേസിൽ സാക്ഷികളാക്കി കോടതിയിൽ ഹാജരാക്കാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.